വേനൽ മഴയിൽ കുളിർത്തു നിൽക്കുന്ന ഇടയിലക്കാട് കാവിന്റെ വശ്യതയും ജൈവ വൈവിധ്യവും തേടി കുരുന്നുകളെത്തി. ഐറ്റിയിലെ ഇ.കെ. നായനാർ വായനശാല ഗ്രന്ഥാലയമാണ് പ്രകൃതി നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. ലൈബ്രറി കൗൺസിലിന്റെ വായനാ വെളിച്ചം വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായാണ് ഐറ്റിയിലെ ഇ.കെ. നായനാർ വായനശാല ഗ്രന്ഥാലയം കുട്ടികൾക്കായി ഇടയിലക്കാട് കാവിൽ പ്രകൃതി നിരീക്ഷണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുതുമഴയിൽ മണ്ണിൽ നിന്നും തലയുയർത്തുന്ന കൂണുകളും തണുപ്പിൽ വലനെയ്യുന്ന ചിലന്തികളും കാടിനുള്ളിലെ പക്ഷികളുടെ കൊഞ്ചലുകളുമെല്ലാം കുട്ടികൾക്ക് നവ്യാനുഭവമായി. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട അത്യപൂർവ ഔഷധ സസ്യമായ ഓരില താമരയെക്കുറിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന വെള്ളവയറൻ കടൽപ്പരുന്തുകളെക്കുറിച്ചുമുള്ള അറിവുകൾ കുട്ടികൾ വിസ്മയത്തോടെയാണ് കേട്ടറിഞ്ഞത്. ഹൊസ്തൃക താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ കാവിനെ അറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പഴമാണല്ലേ, കുരുമുളകല്ല. ഇത് നമ്മുടെ ഇത് തന്നെയായിരുന്നു. ഇത് ഒരാൾക്കും കൊടുത്തോ, ഒരു വർഷം കൊടുത്തോ. കാഞ്ഞിരല്ല, മധുര കാഞ്ഞിരാണ്. ചവച്ച് തുപ്പിക്കോ. ഒരു മരുന്നിന്റെ ടേസ്റ്റ് ഇല്ലേ. ഇത് ഏറ്റവും കൂടുതൽ ഇതിലുള്ള ഒരു മരാന്നിത് ഈയം എന്ന് പറയും. ഈയക്കാട് എന്ന് കേട്ടിട്ടില്ല? കാടില്ലേ നടക്കാൻ്റെ അടുത്ത് ഈയക്കാടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഈയം ധാരാളം ഉള്ള കാടാണ്. അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ വായനാ വെളിച്ചം കൺവീനർ കെ മനോജ, വായനശാല പ്രസിഡന്റ് സിദ്ധുലാൽ, ലൈബ്രറിയൻ വി പി സീമ, ടി കെ ഷിജു, യു കെ സജിത എന്നിവർ സംസാരിച്ചു. പ്രകൃതിയെ തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നീങ്ങിയ പഠനയാത്ര കുരുന്നുകൾക്ക് വിജ്ഞാനത്തിൻ്റെ അവിസ്മരണീയമായ അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.